ടെസ്റ്റർ നോക്കിയേ, ടെസ്റ്റർ നോക്കി നമ്മുടെ പീസ് പൊടിഞ്ഞിട്ടില്ല. നമ്മുടെ പീസ് പൊടിയാത്ത ടെസ്റ്റർ നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഗ്രേവിയിലും കൂടുതൽ പീസാട്ടോ. നോക്കിയേ, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എണ്ണയല്ല സൺഫ്ലവർ ഓയിൽ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, ഇത്ര സാധനം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നോക്കൂ, കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിട്ടു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഗൈസ് നോക്കൂ, അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാം. അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ. ഇതിൻ്റെ അകത്തോട്ട് നോക്കിയോ, ഫുള്ള് കഷ്ണങ്ങളാണ്. പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ മേലുണ്ട്, കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ. ഇത് ഫുൾ പീസാട്ടോ, കഷ്ണം മാത്രമേ ഉള്ളൂ, ഗ്രേവി വളരെ കുറവാണ്. ഇനി വേറെ സംഭവം, ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടെങ്കിലും ഈ സാധനം ലീക്ക് ആവില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നോടം വരെ. ഇനി അതേപോലെ ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. അത് കൂടാതെ ഈ അച്ചാർ ഇത് ഇവിടെ നിന്ന് എടുക്കാം, ചെറുതെടുക്കാം കേട്ടോ. അതായത് ഈ കാണുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്, ഇത് ലീക്കാകാതിരിക്കാൻ വേണ്ടിയുള്ള. അങ്ങനെ 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ അച്ചാറിന് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് 400 ഗ്രാമിൻ്റെ അച്ചാറും, പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാർ 900 ഗ്രാമിൻ്റെ അച്ചാറും. അതെ, ഈ കാണുന്നത് 900 ഗ്രാമിൻ്റെ അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണ്. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ 100-120 വരും കേട്ടോ. അത് ഞങ്ങൾ വലിയ തൂക്കം നോക്കിയില്ല, കാരണം ഇത് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. 100-120 ഗ്രാം ഉണ്ട് ഈ സംഭവം. അപ്പം ഈ കാണുന്ന വലിയ ബോട്ടിൽ മേടിക്കുമ്പം ഇത് രണ്ടും, പിന്നെ അതേപോലെ ഇതുമാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അത്ര കുറേയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് 90 കിലോ ചിക്കനാണ് ഇട്ടത്. അതിട്ട് ലാസ്റ്റ് ഇത്രയും കുപ്പിയാണ് നമുക്ക് കിട്ടിയത്. ഈ കുപ്പികൾ മാത്രം. ഒരിക്കലും ഞങ്ങൾ 90 കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത്. അതെ ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഒരു സപ്പോർട്ട്, ഞങ്ങളുടെ ഒരു സംരംഭത്തിന് നിങ്ങൾ തരുന്ന ഒരു വലിയ സപ്പോർട്ടായിരിക്കും ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന 900 ഗ്രാം ഈ അച്ചാറും അതുപോലെ തന്നെ ഈ അച്ചാറും മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഫോൺ വിളിക്കരുത്. കാരണം വെച്ചാൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാവർക്കും എന്നാ പറയുക കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് അഡ്രസ്സൊക്കെ മേടിച്ച് തരുമ്പോഴത്തേക്കും മിസ്സായിപ്പോവും. നിങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ ഈ അച്ചാറിന് വേണ്ടി കോൺടാക്ട് ചെയ്യണം. പിന്നെ അതേപോലെ നീ വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. ഈ അച്ചാർ വാങ്ങുമ്പോൾ 1200 രൂപയുടെ അച്ചാർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഈ കാണുന്ന നാരങ്ങ അച്ചാർ ഫ്രീ. ഗൈസ് വേറൊരു കേസും കൂടി ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചൊക്കെ അറിയാം, ആ അച്ചാറിലും 100 രൂപ തൊട്ട് 150 രൂപ വരെ നമ്മുടെ അച്ചാറിന് പൈസ കുറവാണ്. അപ്പോൾ അത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിച്ച് ഞാനും ലിവനും കൂടി ഇരിപ്പുണ്ടാവും. അല്ലേ ഗൈസ് നോക്കൂ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒന്നും കൂടെ പറയാണ്, ഈ അച്ചാറിന് 600 രൂപയും ഈ അച്ചാറിന് 1200 രൂപയും 900 ഗ്രാമിന്റെ അച്ചാറിന്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങ അച്ചാർ ഇൻക്ലൂഡിങ് പിന്നെ ഡെലിവറി കൂട്ടിയാണ് പറയുന്നത്. അതായത് നിങ്ങൾ എവിടെയാണോ ഓർഡർ ചെയ്യുന്നത്, അതായത് ഇന്ത്യയിൽ എവിടെയാണോ അവിടെ നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ ഇന്റർനാഷണൽ ഓർഡർ ഉണ്ടല്ലോ അതും നമ്മളോട് പറയാം. അപ്പോൾ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഇന്റർനാഷണൽ ഓർഡറിന് കൊറിയർ ചാർജ് ഡെലിവറി വരെയായിരിക്കും ഈ സാധനങ്ങളൊക്കെ. ഇന്റർനാഷണൽ ഓർഡറിന് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും. നിങ്ങൾ ഇന്ത്യയുടെ വെളിയിലേക്കാണ് ഈ അച്ചാർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി വഴിയാണ് ഈ സംഭവങ്ങൾ അയച്ചേക്കണേ. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഫ്രീ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി അവർ ഒരു കുറച്ച് ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ റേറ്റും കാര്യങ്ങളും ഞങ്ങൾ പറയുന്നതാണ്. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ അച്ചാറുകൾ ഇന്റർനാഷണൽ മാത്രമാണ് പറയുമെന്ന് പറഞ്ഞത്, പക്ഷേ ഇന്ത്യയിലോട്ട് എല്ലാ സ്ഥലത്തോട്ടും ഹോം ഡെലിവറി ഫ്രീ. യെസ് ഗൈസ്, ഇത് ഞങ്ങൾ പിന്നെ പാക്ക് ചെയ്യുന്ന മെഷീൻ മേടിച്ച് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് പിന്നെ
പറയാൻ മറന്നുപോയി, അതായത് FSSAI, അതായത് FSSI ലൈസൻസ് ഉണ്ട്. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഇത് വെച്ച് കുടിൽ വ്യവസായമായിട്ടാണ് ഞങ്ങൾ എല്ലാ ലൈസൻസ് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സംഭവം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അച്ചാർ മേടിക്കണം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ അച്ചാർ മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും ഫോൺ പേ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഈ കാണുന്ന അച്ചാറിനാണ് നിങ്ങൾ 600 രൂപ ഇട്ടിട്ട് ഈ കാണുന്ന 400 ഗ്രാം അച്ചാറിന് നിങ്ങൾ ഞങ്ങളുടെ അതേ നമ്പറിലെ വാട്സപ്പിൽ തന്നെ, അതായത് ഈ കാണിക്കുന്ന നമ്പറിലെ വാട്സപ്പിൽ, ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പർ പൈസ ഇട്ട് അതേ നമ്പറിലെ വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് പറയാൻ നേരത്ത് ഈ അച്ചാർ എന്ന് പറയുന്നത് 900 ഗ്രാമുള്ള ഈ അച്ചാറും 100 ഗ്രാമുള്ള 120 ഗ്രാം വരുന്ന ഈ മാങ്ങ അച്ചാറും വേണ്ടി നിങ്ങൾ 1200 രൂപ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അച്ചാർ മേടിക്കാം. എന്നിട്ട് അതിന് ശേഷം അതേ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ആ പൈസയുടെ സ്ക്രീൻഷോട്ടും സാധനം അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയ്ക്ക് ഇത് അയക്കുന്നതായിരിക്കും. ഇനി ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഏത് അച്ചാറാണോ വേണ്ടത് ആ അച്ചാർ പറഞ്ഞിട്ട് നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഞങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് മുഖേന നിങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങൾ പറയാനുള്ള. എല്ലാവരും ഞങ്ങളെ അളവൊഴിഞ്ഞ് പിന്തുണയ്ക്കുക. ഞങ്ങളുടെ അച്ചാർ വാങ്ങി എല്ലാവരും അതെ, ഞങ്ങളുടെ അപ്പനിട്ട ഞങ്ങളുടെ അച്ഛൻ്റെ അച്ചാറാണ്, അതായത് ഞങ്ങളുടെ അപ്പനിട്ട അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാർ മേടിച്ച് എല്ലാവരും ഞങ്ങൾ സഹകരിക്കുക. ആദ്യത്തെ ഓർഡറെങ്കിലും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്കും എൻ്റെ അനിയനും നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ഈ സംരംഭത്തിൻ്റെ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം ഞാനും ലിബിനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും കേട്ടോ. ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു വലിയ അച്ചാർ, ഏതാണ്ട് 90 കിലോ ചിക്കൻ അച്ചാറിടാൻ വേണ്ടി 90 കിലോ വെച്ചിട്ടുണ്ട്. ചിക്കൻ മാത്രം, പച്ചക്കറി എല്ലാം കൂടെ 100 കിലോ അച്ചാർ അല്ലേ? ഗൈസ് നോക്കൂ, അതിന്റെ ഭാഗമായിട്ട് നമ്മള് 3 ഇതിന്റെ, അതായത് 3 കുറ്റിയുടെ ഗ്യാസ് ആണ്. കാരണം ഇത്രയും വലിയ ഉരുളിയിലാണ് നമ്മൾ ആദ്യം വറക്കാൻ വേണ്ടി പോകുന്നത്. തീ കത്തിച്ചു. ഇനി ഉരുളി നമ്മുടെ ഈ കാണുന്ന ബർണറിലേക്ക് കയറ്റുവാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിക്കൻ വറക്കുക എന്നുള്ള സെറ്റപ്പാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ചിക്കൻ വറക്കാനുള്ള ഉരുളി നമ്മൾ കയറ്റിയിരിക്കുകയാണ്. യെസ്, സംഭവം സെറ്റപ്പ് ആയിട്ടോ. ഇനി അതിന്റെ ഒരു ശ്രദ്ധിക്കണം. നമ്മളെ പുന്നമറ എല്ലാരും മാറ്റി വെക്കണം ഇവിടെ നിന്ന്. പുന്നമറല്ലേ നമുക്ക് കാണണ്ടേ? ഗൈസ് നോക്കൂ, പിന്നെ അതേപോലെ തന്നെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു. ഇനി ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമാൻ. അതായത് ഇത് നമ്മള് മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ്. പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട സെയിം സംഭവം. ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ്. ഇതാണ് വെളുത്തുള്ളി. ഞങ്ങളെല്ലാവരും ട്രൗസർ കയറിയ പരിപാടിയാണ്. ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഇതാണ് ഗ്രീൻ ചില്ലി. ഇനി അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ, ഇഞ്ചി, നല്ല ഒന്നാന്തരം നാടൻ കറിവേപ്പില. ഇനി ചിക്കൻ വറക്കാനും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ അച്ചാർ ഇടാനുള്ള നമ്മുടെ നല്ല കിടിലൻ സൺഫ്ലവർ ഓയിൽ. അതേപോലെ തന്നെ വിനീഗർ. അതെ, പുളി നന്നായിട്ട് കിട്ടാൻ. ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് വിനെഗർ. അപ്പം ഇത്ര സാധനമാണ് നമ്മുടെ കാര്യങ്ങൾ. ഇത് ഞങ്ങളുടെ ഇവിടെ അങ്ങാടിക്കടവ് തന്നെയുള്ള ഫാം ചിക്കൻ ആണ്, അല്ല വരവ് ചിക്കൻ അല്ല. ഈ കാണുന്ന ചിക്കൻ ഞങ്ങൾ ഫാമിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ഞങ്ങൾ കൊത്തിച്ച്, അതായത് ഈ അച്ചാറിന് വേണ്ടി മാത്രമായിട്ട് കൊത്തിച്ച പീസാണ്. അതായത് ഇത് കണ്ട കറക്റ്റ് അറിയാം. അതായത് ഇത് അച്ചാറിന് വേണ്ടി മാത്രമായിട്ടുള്ള സെറ്റപ്പാണ്. ഇതുണ്ടോ, അടുത്ത് ഈ പീസ് നോക്കിയേ, ഈ പീസ് നോക്കിയേ, ഇത് അച്ചാറിന് വേണ്ടി മാത്രമാണ്. ഇത് ഇനി ഒന്നും കൂടെ ചുങ്ങും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ നമ്മൾ എണ്ണയിലിട്ട് ഇതിൻ്റെ വറവിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഓവർ അങ്ങോട്ട് വലിയ വറുത്ത് അങ്ങോട്ട് ഡീപ്പാകാനും പാടില്ല, എന്നാലും അത്ര സ്മൂത്തും ആകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് വറക്കണം. ഇന്ന് ഞങ്ങളുടെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ, ലിബിന്, അപ്പൻ, ഞങ്ങൾ ഇത്രയും പേര് ചേർന്നാണ് ഈ കാണുന്ന അച്ചാർ ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചിക്കൻ വറുക്കാനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഏതാണ്ട് 60 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മേടിച്ചത്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറച്ചായി, ഇത്രയും പോരാ, ഏകദേശം ഇതിൻ്റെ പകുതിയോളം നമുക്ക് എണ്ണ വേണം. പടപടയെന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ വേണം. അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെയാണ്. ഇനിയിപ്പോൾ ഇത് കൂടാതെ വേറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ വഴിയേ പറയാം. കമാൻ ഗൈസ് നോക്കൂ, അതായത് എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ എണ്ണ തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും എണ്ണ കൊണ്ടുവരുന്ന വരും. തികയോ? അല്ല, അച്ചാറിടാനും കൂടെ വേണ്ടേ? വറക്കാനും എണ്ണ വേണം, അതേപോലെ തന്നെ അച്ചാറിടാനും എണ്ണ വേണം. അതൊരു 5 ലിറ്റർ വാങ്ങിയാൽ മതിയായിരിക്കും. 5 ലിറ്റർ വാങ്ങിയാൽ മതി. ഗൈസ് നോക്കൂ, ഇതെന്തായാലും പെട്ടെന്ന് ചൂടാണ്. കാരണം 3 ബർണറിന്റെ ഉള്ള ഗ്യാസാണ് ഈ സംഭവം. ഉരുളി ഇത് കൂടാതെ ഇനി ഒരു ഉരുളിയും കൂടെ ഉണ്ട്. നമ്മളങ്ങനെ കുറേ നേരം റെസ്റ്റ് ചെയ്ത്
ഡ്രൈ ആയ ചിക്കനാണ് ഈ ചിക്കൻ. അതായത് ഇതിനകത്ത് വെള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് വളരെ പാടുപെടും. അപ്പം ഇത് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിന് നേരെ നമ്മൾ ഈ ഒരു ചെമ്പിലേക്ക് ഇടാൻ വേണ്ടി പോകണം. എന്നിട്ടാണ് ഇനി നമ്മൾ മസാല കൂട്ടുന്നത് കേട്ടോ. അതായത് ഇത് മസാല കൂട്ടിയാൽ മാത്രമേ ഈ സാധനം ഇനി നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇത് ഈ കാണുന്ന ചെമ്പിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഏതാണ്ട് നമ്മൾ 90 കിലോ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നപ്പം അത്ര ഇല്ല കേട്ടോ. 90 കിലോ എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ 1 കിലോത്തിന് 800 ഗ്രാം നമുക്ക് ചിക്കൻ കിട്ടും, അല്ലെ 700 ഗ്രാം അത്ര കിട്ടുള്ളൂ. 1 കിലോ നമ്മുടെ പുളിക്കോഴി നമ്മള് പൊക്കോട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ. അതെ അല്ലല്ലോ ഇവനെ നോക്കുന്നുണ്ട്. കിടിലൻ ചിക്കൻ കേട്ടോ. വരവ് കോഴിയാണ് പണി പാളിപ്പോവും. അതേ സമയത്ത് നാടൻ ചിക്കനാണ് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഇതായിട്ടുണ്ടല്ലേ അല്ലേ? നന്നായിട്ട് വെള്ളം വലിയ ഇല്ലേ അപ്പാ? പക്ഷെ ഞാൻ വിചാരിച്ചുണ്ടല്ലോ ഇതിലും കുറച്ചും കൂടെ ചെറുതാക്കണം എന്നുള്ള. പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ വറക്കുമ്പോൾ ചുങ്ങും. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടി, ലൈറ്റ് മസാല മതി കേട്ടോ. ലൈറ്റ് മസാല മതിയായിരിക്കും. കൈസ് നോക്കൂ, മുളക് പൊടി ഇട്ടു. ഇനി അതിന് ശേഷം ഉപ്പും മുളക് പൊടി ഇട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൈ കൊണ്ടല്ല, ഈ കാണുന്ന ഈ ഒരു എന്തുകൊണ്ടാലും ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന കൈക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അതായത് ഉപ്പ് പാകത്തിനായിരിക്കണം. ഇതിന്റെ ഉപ്പും അതുപോലെ തന്നെ ഇടുന്ന അച്ചാറിന്റെ ഉപ്പും നമുക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അച്ചാറിന്റെ അകത്ത് ഉപ്പ് ഇട്ട് നമുക്ക് സെറ്റ് ആക്കിയാൽ മതി അല്ലേ? കൈസ് നോക്കൂ. അപ്പൊ ഇച്ചിരി കൂടി ഇട്ടോ. ഈ ഉപ്പ് കുറവാണോ കൂടുതലാണോ? ഓവർ ആയാലും കുഴപ്പമില്ല. നമുക്ക് എന്ത് വേണം ചെയ്യാം. ഇളക്കിക്കോ. നോക്കൂ, അതായത് കൈ ഇട്ട് ഇളക്കുമ്പോൾ വിഷയം എന്താ, ചില ആൾക്കാർക്ക് നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ് ഇഷ്ടപ്പെടുന്നില്ല. സോറി ഗൈസ്, മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടി ഞങ്ങൾ മറന്നുപോയി. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണ്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രയും നേരം വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടെൻഷനായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ആ മഴ മാറി ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു തെളിച്ചം വന്നു. രാവിലെ നല്ല രീതിയിൽ മഴയായിരുന്നു. ഇപ്പം അത് മാറിയതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ ഇവൻ വളരെ സന്തോഷത്തിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നോക്കുക കേട്ടോ. മൈക്കിളെ കൈ കൊണ്ട് ഇളക്കാതെ ഈ ഒരു ചട്ട കൊണ്ട് തന്നെ ഇളക്കാന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. സംഭവത്തിന്റെ കളർ മാറിയുണ്ട്. അതായത് ഒതന്റിക് ആയിട്ടുള്ള കാശ്മീർ ചില്ലി കേട്ടോ. അതായത് ഞങ്ങൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ പൊടിച്ചെടുത്ത എല്ലാ സാധനവും ഞങ്ങളുടെ സ്വന്തം സാധനമാണ് അല്ലേ? എണ്ണ മാത്രമേ വരവുള്ളൂ. നോക്കിയേ, ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ട് ചിക്കന് പിടിച്ചിരിക്കുന്ന മസാലയാണ്. ഇത് വറക്കാൻ നേരത്തായിരിക്കും അതിന്റെ ഗംഭീരത മനസ്സിലാവുക. എണ്ണ ഇവിടെ ചൂടായി വരുന്നത് കാര്യമുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിക്കാതെ. ചിക്കൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം തന്നെ ഓൾറെഡി ചിക്കനിൽ തന്നെ ഒരു വെള്ളം ഉണ്ട്. അതുകൊണ്ട് മിസ്സായിക്കോളൂ അല്ലേ? യെസ്, നമ്മുടെ എണ്ണ ചൂടായിട്ടില്ല. നല്ല തെളിനീര് പോലത്തെ എണ്ണ കേട്ടോ. നോക്കിയേ, എന്നിട്ട് തന്നെ ഒരു ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പൊ അതേ സമയത്ത് ആ ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഏകദേശം ഫുള്ള് സെറ്റ് ആയി. കളർ നോക്കിയേ, കാശ്മീരി ചില്ലി യഥാർത്ഥ കാശ്മീരി ഈ കളർ കിട്ടും. അതെ, യഥാർത്ഥ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഈ ചുമപ്പ് കിട്ടും കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ജിഞ്ചർ ഗാർലിക് ഒക്കെ നമ്മൾ ഇത് ചേർക്കുന്നതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തില്ല. ആദ്യം ജിഞ്ചർ ഗാർലിക് ഇടുവാണെങ്കിൽ കുത്തല് വരും. യെസ്, എൻ്റെ അമ്മ ഏതാ പറന്ന് വരുന്നു. ഇത് ഓടിച്ചാടി ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ട് വരുന്നു. പിന്നെ രണ്ടുപേരും ഇപ്പം അതുപോലെ ഇവിടെ റെസ്റ്റാണ്. ഒരാള് ജ്യൂസ് കുടിക്കുന്നു, ഒരാൾ ഇരിക്കുന്നു. അപ്പനാണ് ഇന്നത്തെ നമ്മുടെ അച്ചാർ ഇടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇന്ന് അച്ചാർ ഇടാൻ പോകുന്നത് അപ്പനാണ്. അപ്പൻ ആരാ അച്ചാർ ഇടാൻ പറഞ്ഞു കൊടുത്തത് വെച്ചാൽ അമ്മയാണ്. അമ്മ കൈയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അമ്മേന്റെ ഓടിന്റെ അരി കിട്ടലെന്ന് പറഞ്ഞ കേട്ടോ. കൈസ് നോക്കും. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചിക്കൻ ഇടും. ആയ ചിക്കൻ തിളച്ച എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. കൈ തൊടുന്നില്ല, പാത്രത്തിലാണ് പരിപാടി. അതെ, അപ്പനതാ ഈ കാണുന്ന ചിക്കൻ കോരി ഇടുക കേട്ടോ. ചെതറിച്ചിടണം കേട്ടോ അപ്പ അല്ലേ? ചെതറിച്ചിടണം, അല്ലെങ്കിൽ പരിപാടി പാളു കേട്ടോ. തെറിക്കാൻ നോക്കണേ അപ്പ. അങ്ങനെ തന്നെ ഇട്ടാൽ മതി ഒപ്പേ. അത് അതിനകത്ത് ഇതായിക്കോളും. അപ്പൊ വായി തട്ടി കൈസ് നോക്കൂ, ലാസ്റ്റ് ഒരു ഇളക്കിളക്കിയാൽ മതി കേട്ടോ. ഈ കാണുന്ന ഇവിടുന്ന് നമ്മള് ചിക്കൻ വാരി എടുക്കുന്നു. ഇതിലേക്ക് വാരി തട്ടുന്നു കേട്ടോ. കൈസ് നോക്കൂ, ഇതുണ്ടോ ഇവിടുന്ന് നമ്മൾ എടുക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ പടപടാന്ന് ഇടുന്നു കേട്ടോ. ഇട്ടതിന്റെ മേലെ ഇടല് കേട്ടോ. ഒരു കാരണവശാലും ഇട്ടതിന്റെ മേലിടാതെ സൈഡിലേക്ക് ഇടണം. അപ്പൊ ഗൈസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു 3-4 ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? എബിൻ പറഞ്ഞ പോലെ എണ്ണ ഇച്ചിരി കൂടെ വേണമായിരുന്നു. ഇച്ചിരി കൂടെ വലിയ ഹണ്ടി ആയിരുന്നാല് അത്രയും നല്ല ഹണ്ടി. നമ്മുടെ ചിക്കൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഒരു സൈഡിലെ ബർണറും കൂടെ നമുക്ക് ഓണാക്കാണ്ട് അതും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം ഉഷാറാവും അല്ലേ ലിപിയെ? നമുക്ക് എണ്ണ ഇനി ഒഴിക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. അല്ല ഈ എണ്ണ തന്നെ മതിയായിരിക്കും. ഇനി എത്ര ലിറ്റർ എണ്ണ ഉണ്ട് ബാക്കി എന്നൊക്കെ നോക്കണം കേട്ടോ. 3, 4, 5, 6, 7, 8, 9 ലിറ്റർ എണ്ണയും കൂടെ ഉണ്ട് അല്ലേ? ചിക്കന് ഈ എണ്ണ മതി.
ഇനി ഈ എണ്ണ ഇത് കോരി കഴിയുമ്പോൾ ബാക്കി വരുന്ന തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ നമ്മുടെ ചിക്കൻ മൊരാന്ന് പറഞ്ഞു കിടന്ന മൊരി കേട്ടോ. ആയി വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കനായി. നേരെ നമുക്ക് ഇതിലേക്ക് മറിക്കാം കേട്ടോ. ഓവർ കരിയാനും പാടില്ല, ഓവർ വേകാനും പാടില്ല കേട്ടോ. ഓവർ ഇതായി പോയി കഴിഞ്ഞാൽ കല്ല് പോലെ ആയി പോകും. ഇനി ഓവർ വേകാതെ സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ സാധനം പൊടിഞ്ഞും പോവും. ഓരോന്നായിട്ട് നമുക്ക് തള്ളിവിടാം കേട്ടോ. ഇതൊന്നും പോരാ, ഒരു 4 വറക്കലെങ്കിലും നമ്മൾ വറക്കേണ്ടി വരും അല്ലേ ലിബിനെ? 4 പോരാ ഇവനെ, അത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിക്കൻ എന്തോരം കിടക്കുവാന്ന് ഓർത്തിട്ടാ. ചിക്കനെ വറുത്ത് കോരി നമ്മൾ ഇതിലേക്ക് മാറ്റും കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ ചിക്കൻ വറുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഹണ്ടിയും നമ്മുടെ ബർണറും നമ്മുടെ കുറ്റിയും, ഇതാണ് നമ്മൾ വറുത്ത ചിക്കൻ. ഏതാണ്ട് 10, 40, 50 കിലോളം ചിക്കൻ വരും. 90 കിലോ വറുത്തതിന് ശേഷം അത്രയും വരുള്ളൂ ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ തന്നെ ഇതുണ്ടോ ഈ കാണുന്ന ഞങ്ങളുടെ മിസമ്പിൾ അല്ല ഞങ്ങൾ ഇവിടെ എത്തിച്ചു. കാര്യം എന്താന്ന് ചോദിച്ചാല് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഉള്ളി വെച്ച് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉള്ളിൽ വെച്ച് ഉണ്ടാക്കാനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു. യെസ് ഗൈസ്, നോക്കൂ. അതായത് നമ്മുടെ ഹണ്ടി അങ്ങനെ ചൂടായി. ഹണ്ടിയിലേക്ക് നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ മൊത്തം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയൊന്നും പോരാ. ഈ നമ്മുടെ അച്ചാർ എന്ന് പറയുമ്പോൾ വലിയ ഉണ്ടാവെന്ന് പറയുന്നത് കേട്ടതേ ഉള്ളൂ. ഇതിന്റെ അകത്ത് എത്ര എണ്ണ ഒഴിച്ചാലും തികയുന്നില്ല അല്ലേ ഗൈസ്. ഇതിലേക്ക് എത്രത്തോളം എണ്ണ വേണം, കാരണം എങ്കിലേ ഇത് നല്ല കറക്റ്റായിട്ട് സെറ്റ് ആവും. അതായത് മേളില് നമുക്ക് എണ്ണ നിൽക്കണം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ അച്ചാറിടുന്നത് അല്ലേ? അപ്പം നമ്മൾ സൺഫ്ലവറിലാണ് അച്ചാറിടുന്നത്. അതായത് ഇതിനകത്ത് ഇനി കുറേ പരിപാടികളുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോരം സൺഫ്ലവർ ഒഴിച്ചാലും ഇത് അങ്ങനെ പെട്ടെന്ന് നിറയത്തൊന്നുമില്ല കേട്ടോ. ഇത് ചൂടായി വരാൻ ഇത്ര സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ലിബിനെ അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉള്ളി നമ്മൾ ചൂടാക്കിയിട്ടാണ് എണ്ണ ഒഴിച്ചത്. അത് കാരണം പെട്ടെന്ന് ഈ എണ്ണ ഇനി ചൂടാവണം കേട്ടോ. അപ്പൊ എന്നൊക്കെയാ ചെയ്യുന്നത്? ആദ്യം കടുകിട്ട് ഇതാക്കും, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, കരിയാപ്പല അത് ലെവലാക്കും. അത് ലെവലായി കഴിഞ്ഞിട്ടാണ് മുളക് പൊടി ഇട്ട് സെറ്റപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, അതിൻ്റെ അകത്ത് ഉലുവ ഇടും. ഉലുവ, പിന്നെ പച്ചമുളക്, പിന്നെ അതുപോലെയുള്ള സംഭവങ്ങൾ, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. അതിൽ ചൂടായി വരട്ടെ. എണ്ണ കുറച്ചും കൂടെ വേണം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വറുത്ത് കോരിയ ചിക്കൻ കേട്ടോ. ഇത് നമ്മൾ ഇതിലും ഒരു പിടി മുന്നിലുള്ള കഷ്ണമായിരുന്നു വലിപ്പം. അതും വറുത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്രയായി. നമ്മൾ ഇതിനകത്ത് ബോൺലെസ് അല്ല കേട്ടോ, ബോൺലെസ്സും വിത്ത് ബോണും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളായിരിക്കും രുചി കൂടുതൽ കേട്ടോ. ബോൺലെസ് മാത്രമാകുമ്പോൾ എല്ലിലെ സ്റ്റോക്കൊന്നും മര്യാദയ്ക്ക് ഇറങ്ങൂല. നോക്കിയേ, നമ്മുടെ ചിക്കൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചട്ടിയിലേക്ക് കയറും. ലിബിൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവാണ്. കടുക് അതിനകത്തോട്ട് ഇട്ടു, ആ സാധനം പൊട്ടോ ഇല്ലോ എന്നാണ് ഞാൻ നോക്കുന്നത്. ലിബിൻ കണ്ണിൽ കഴിഞ്ഞാൽ സംഭവം റെഡി. യെസ് ഗൈസ്, ലിബിൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കടുക് പൊട്ടി നോക്കാൻ വേണ്ടി. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടപടപടപടയെന്ന് പറഞ്ഞ സാധനങ്ങൾ ഓരോന്നും നമ്മൾ വീശി എറിയും കേട്ടോ. ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങളെല്ലാം ഓരോ സാധനമായിട്ട് നിൽക്കുവാണ്. അപ്പം നമ്മുടെ എണ്ണയായിട്ട് പൊട്ടി, കടുകിനും പൊട്ടി സെറ്റപ്പായി. ഇത്ര മതി അപ്പോൾ കടുക്. അതാണ്ട് നമ്മുടെ 250 കടുകിൽ 200 ഇട്ടു. ബാക്കിയുള്ള സാധനം ഇവിടുന്ന് പൊട്ടി റെഡിയാകുന്നു. ഇത് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന ഇഞ്ചി ആട്ടോ. ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മള് ഏകദേശം ഒരു 1/2 കിലോ അടുത്ത് ഇഞ്ചി ഉണ്ടല്ലേ ഇവനേത്? 1/2 കിലോ, അരയല്ല 1.5 കിലോ ഇഞ്ചി എന്നാന്ന് നോക്കി ഇടുമ്പോ ശ്രദ്ധിക്കണം. ചില ഇഞ്ചിക്ക് കയ്പുണ്ട്, അതനുസരിച്ച് നമ്മൾ ഇഞ്ചി ഇടാവുള്ളൂ, അല്ലെ പണി വാങ്ങിപ്പോവും. നോക്കൂ, അതായത് സംഭവം ശരിയാട്ടോ. അതായത് ഏതാണ്ട് 1.5 കിലോ അടുത്ത് ഇഞ്ചിയാണ് ഞങ്ങൾ അരിഞ്ഞിരിഞ്ഞ് ഈ കോലത്ത് ഞങ്ങൾ ആക്കി വെച്ചേക്കുന്നത്. ഇതിനായതിനു ശേഷം, അതായത് ഈ കടുക് ഒന്ന് പൊട്ടി, ഇതുണ്ടോ കടുക് പൊട്ടി ലെവലായി വരുവാണ്. അതിന് ശേഷം ഇഞ്ചി ഇടും. അതിനുശേഷം ഈ കാണുന്ന നല്ല ഒന്നാന്തരം വെള്ളപ്പൂണ്ട് കൈസ് നോക്കൂ, ഈ കാണുന്ന നല്ല ഒന്നാന്തരം വെള്ളപ്പൂണ്ട് ഞങ്ങൾ ഇതിനകത്തിടും. അതിനുശേഷം ചില്ലി, അതായത് ഈ കാണുന്ന പച്ചമുളക് ഇടും. അത് പൊട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. പൂണ്ടിന് പ്രത്യേകത ഉണ്ട്. ഈ പൂണ്ട് ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നറിയാവോ? ഊട്ടി പോയപ്പോ അന്ന് കൊണ്ടുവന്ന സാധനം. ആ മുഴുത്ത അല്ലിയാണ് നിങ്ങൾ ഈ സാധനം എന്ന് വെച്ചാൽ പോവൂല. നമ്മൾ വെള്ളം തട്ടാത്ത സ്ഥലത്ത് നിന്നിട്ടുണ്ട് എത്ര നാൾ വരെ നിൽക്കും. നോക്കിയേ, അടുത്തു അപ്പന്റെ വിരലിലും വലുതാട്ടോ. ഏകദേശം അന്ന് 650 രൂപ പോയാക്കല്ലോ. ഇനി അരിയാൻ വയ്യ. അതെ, 700 രൂപ. അങ്ങനെ നമ്മളൊരു 5 കിലോ എണീക്കുന്നോളം വരെ ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെ നിൽക്കാം. മൈക്കിൾ എണീറ്റ് ഇതെല്ലാം ചെതറും. പിന്നെ വെള്ളപ്പൂണ്ട് കറുത്ത പൂണ്ടാവും അല്ലേ? ഇനി ഇട്ടല്ലോ അപ്പൊ. പൊട്ടിയിട്ടില്ല, പൊട്ടിത്തീരണോ? ജിഞ്ചർ ആഹാ. എന്നാപ്പേ വെളുത്തുള്ളി. തിളച്ച് മറിയ കേട്ടോ.
എബിനെ ഇതിന്റെ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാവോ വെളുത്തുള്ളി അധികം ഓവറായി പോകരുത് കേട്ടോ ഇവനെ വെളുത്തുള്ളി അധികം ഓവറായി പോകരുത് വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും ഗൈസ് നോക്കൂ അതായത് നമ്മുടെ ഇതൊന്ന് എന്നാ പറയാ ഒന്ന് ഗോൾഡൻ കളറിലൊന്ന് ആയി വരണം കേട്ടോ അതായത് നമ്മുടെ ഇഞ്ചി ഗൈസ് നോക്കൂ അമ്മ പറഞ്ഞു പച്ചമുളക് ഇടാൻ വേണ്ടി ഏതാണ്ട് 2 കിലോ അല്ലേ 2 കിലോ അടുത്ത് പച്ചമുളകുണ്ട് ഈ കാണുന്നത് അപ്പോൾ ഈ 2 കിലോ പച്ചമുളകാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ആണോ ഗൈസ് നോക്കൂ അതായത് നമ്മുടെ ഇഞ്ചി ഒന്ന് ചുമക്കണമെന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ അപ്പൻ പറഞ്ഞിരിക്കുന്നത് അപ്പനാണ് ഇതിൻ്റെ അകത്ത് ഇത് അച്ചാറിടാൻ വേണ്ടി പറ്റുന്ന കേട്ടോ ഇത് വെളുത്തുള്ളി ഗൈസ് നോക്കൂ വെളുത്തുള്ളി അതിൻ്റെ അകത്ത് കയറി കേട്ടോ ഇതൊന്നും കരിഞ്ഞു പോകാതെ ഗോൾഡൻ കളറിൽ വേണം ഈ സാധനം ഇടാൻ വേണ്ടി പച്ചമുളക് ഇനിയിപ്പോൾ കരിയാപ്പിലയാണോ അപ്പോൾ വേണ്ടേ ഗൈസ് നോക്കൂ പച്ചമുളക് ഇട്ടു അല്ല സോറി വെളുത്തുള്ളി പൂണ്ടിട്ടു ഇത് കരിഞ്ഞു പോകരുത് ഇനി അടുത്തുള്ള പച്ചമുളകാണ് ഇനിയുള്ള ചില്ലി ഫ്ലക്സാണ് വരാം ഇനിയും വേണ്ടേ കറക്റ്റായിട്ട് ഇടണം ഇല്ലെങ്കിൽ നമ്മുടെ മിസ്സമ്പിളെ പാളിപ്പോ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്ന് ശരിക്കൊന്ന് വാടണം പച്ച ചവയ്ക്കാൻ പാടില്ല വെളുത്തുള്ളി അല്ലെങ്കിലോ വാടിയിട്ടിടണം വാടിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ പൂപ്പലുണ്ടാവും ഞങ്ങളുടെ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്നറിയോ ഈ ഒരു അച്ചാറ് എൻ്റെ പൊന്നെ ഞങ്ങൾ രാവിലെ തുടങ്ങിയത് ഈ മിസ്സമ്മലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ ഉണിച്ചാണ് ഞങ്ങളെല്ലാം കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ് അതിന് ശേഷം നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്ത് ഇതിനെ അടിച്ചിട്ട് വേണം ഈ ഹണ്ടി കൊടുക്കാൻ വേണ്ടി കേട്ടോ വാടകയ്ക്കെടുത്തോ അവർ നോക്കിയിരിക്കുന്നുണ്ട് അല്ലേ ഗൈസ് ഏതാണ്ട് 4500 രൂപ പാത്രം നിങ്ങൾ വാടകയ്ക്ക് എടുത്തു കേട്ടോ പച്ചമുളക് പച്ചമുളക് നല്ല പ്യൂർ പച്ചമുളക് അക്ഷരം മാറിപ്പോയല്ലോ കേട്ടോ പ്യൂർ ഗൈസ് നോക്കൂ നല്ല ഒന്നാന്തരം ചില്ലി അതായത് പച്ചമുളക് ഇടുന്നു ഇതൊന്നും കരിയല്ല ഗോൾഡൻ കളറിൽ കിട്ടണം അതിനപ്പം അടിച്ചേ ഇത് എരിവിന്റെ ആ ഒരു തരിപ്പുണ്ട് കേട്ടോ ആ തരിപ്പും കൂടെ ഇതിനകത്ത് വാരി ഇട്ടാക്കാം കറിയാപ്പിലേ ഇപ്പൊ നല്ല രസം ഇപ്പൊ നല്ല രസമുണ്ട് പട്ടക്കം പൊട്ടുന്ന പോലെ ഇപ്പം പൊട്ടും എല്ലാം കൂടെ കൂടിയിട്ട് ഈ കറിവേപ്പില ഇടുമ്പോഴാണ് ഇതിന്റെ ഒരു സുഖം ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്ന കേട്ടോ വേറെ കാര്യമുണ്ട് ഇവനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതാ അപ്പന് മുളക് പൊടിയാ വേണ്ടതെന്ന് അതിന് കൈ പിടിച്ചോ അമ്മ പിടിച്ചോ അതിന് ശേഷം ഇതിടാണ് കരിയാപ്പല ഇടുവാണ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കരിയാപ്പലയാണ് ഇടില മണം വന്നു തുടങ്ങി കേട്ടോ കൈസ് നോക്കുക കരിയാപ്പിലയുടെ സെറ്റപ്പാട്ടോ അത് ഏതാണ്ട് നമ്മൾ 1 കിലോ എടുത്ത് തന്നെ കരിയാപ്പില എടുത്തില്ല 1 കിലോ എടുത്ത് ഞങ്ങളെല്ലാം തൂക്കിയാട്ടോ എടുത്താക്കുന്നത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും വെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് മേളിൽ നിന്ന് കോരി എടുക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം മറ്റേതെടുത്താലോ മുളക് പൊടി ഇത് മതിയോ തീ ഓഫ് ആക്കണേ വെള്ളത്തിലല്ലേ തീ ഓഫ് ആക്കണേ അതിനാ ഈ മുളക് പൊടി കരിഞ്ഞു പോവേ അതായത് നമ്മൾ ഈ മുളക് പൊടി ഇടാൻ നേരത്ത് ഒന്ന് ഈ തീ അങ്ങ് ഓഫ് ചെയ്താക്കാം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കരിഞ്ഞു പോയാൽ ഈ പരിപാടിയെ പാളിപ്പോവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂക്കുന്നതിന് വേണ്ടി ഈ ചൂടി തന്നെ കിടക്കട്ടെ കേട്ടോപ്പാ നല്ല മുളക് ചാണ്ട് ഈ മുളകെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സ്വന്തം ഉണക്കി പൊളിപ്പിച്ച നല്ല അടിപൊളി സാധനം കേട്ടോ ഗൈസ് നോക്കൂ ഇത് ഞങ്ങൾ പിരിയമുളക് പോയി പേട്ടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച സാധനമാണ് ഇനി ഇരിപ്പുണ്ട് കേട്ടോ സാധനം കണ്ടോ ഇത് മൊത്തം ഇനിയും പിന്നെ ഇളക്കി സെറ്റപ്പാക്കി എടുക്കണം കേട്ടോ തിക്നെസ്സായി ഗൈസ് നോക്കൂ ഇത് കണ്ടോ നീ കാണിച്ച സാധനം എനിക്ക് വേണം ഗൈസ് നോക്കൂ അതായത് നമ്മുടെ ഈ മുളകും സംഭവം ഇതിൻ്റെ അകത്ത് കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കറിയാപ്പില സാധനം അവിടെ ഇവിടെയൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ട് കരിഞ്ഞു പോകാതെ വളരെ ഇനി അവിടെ ഇളക്കി കിട്ടാണ്ട് കേട്ടോ കട്ടയായിട്ട് കിടപ്പുണ്ട് നന്നായിട്ട് ഇളക്ക് ഇത് അവിടെ നന്നായിട്ട് ഇളക്ക് നന്നായിട്ട് ഇളകട്ടെ സാധനം ഒന്ന് സെറ്റപ്പായി വരണം കേട്ടോ നന്നായിട്ട് ഇളകി സെറ്റപ്പായി വരണം അടുത്ത സാധനം ഇടുമല്ലേ ഇനി ഇടാൻ പോകുന്ന ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഈ ഉലുവ അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഉലുവയാണ് എന്ത് പുളിയുള്ള സാധനം ഉണ്ടാക്കുകയാണ് അതിന്റെ അകത്തും ഉലുവ മീൻകറിക്കകത്തും ഉലുവ എല്ലാത്തിനകത്തും ഇടുവനെ നോക്കൂ ഉലുവ കറക്റ്റ് കണക്കിന് ഇടാവുള്ളൂ ഇലുവിനെ ഉലുവ ഇടുമ്പോൾ ഇളക്കല്ലേ അളവ് കിട്ടൂല കുറച്ചിടാൻ കേട്ടോ നോക്കി നല്ല ഇത് ഉലുവയും സംഭവങ്ങളും കാര്യങ്ങളും ഇട്ടു ഇനി എന്നെ ഇടാൻ വേണ്ടി പോകുന്നത് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിനും നല്ലതാണ് മഞ്ഞപ്പൊടി അതുകൊണ്ട് മഞ്ഞപ്പൊടി നമ്മൾ എപ്പോഴും പിന്നെ അച്ചാറിൻ്റെ അകത്ത് ഇടണം കുറച്ചേ ഇടാവുള്ളൂ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ
വേറെ കാര്യമുണ്ട്, നമ്മൾ ഇതിന്റെ അകത്ത് വേറെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള മസാല സ്പെഷ്യൽ, അതായത് അച്ചാർ പൊടി വാങ്ങിയിട്ടിരുന്ന അച്ചാറല്ല. അതെ, അല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഞങ്ങളുടെ മസാലകളാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ അടി പിടിക്കാതെ നോക്കണ്ട, കരിയാതെ. ഇത് 3 ബർണർ കേട്ടോ. ഈ 3 ബർണർ ആയതുകൊണ്ട് 3 ബർണർ ആയതുകൊണ്ട് 3നും വന്ന് നമ്മൾ തീ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ പരിപാടി പാളിപ്പോവും. ഏകദേശം നമ്മുടെ ഗ്രേവി റെഡിയാക്കി. ഇനിയിപ്പോൾ അതിലേക്കാണ് ഈ കാണുന്ന പിന്നെ നമ്മൾ ചതച്ച് വെച്ചാക്കുന്ന ചില്ലി. അതെന്നെ മുളക്, സാധാ മുളക്, ക്രഷ്ഡ് ചില്ലി. അതായത് ഇത് ചില്ലി പിന്നെ പിരിയമുളകല്ല, സാധാ മുളക് കേട്ടോ. സാധാരണ മുളകാണ്, വറ്റൽ മുളക്. ഗൈസ് നോക്കൂ, വറ്റൽ മുളക് ഇട്ടു. ഗൈസ് നോക്കൂ, എന്തായാലും ആ സംഭവം ഇതിനെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരും. ഇതിൻ്റെ ഒരു ഗ്രേവി എടുക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ ചില്ലി സോസ് മേടിച്ച പോലെ ഇങ്ങനെ നല്ല കളറായിട്ട് ആ ചില്ലിയുടെ ആ ഫ്ലേക്സിൻ്റെ ആ ഒരു തരിതരിപ്പും സംഭവങ്ങളൊക്കെ അതിൻ്റെ അത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. മൊത്തം ഒരൽപ്പം വെള്ളം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം കുട്ടിച്ചോറാവും. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഗൈസ് നോക്കൂ, ഞാൻ പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ FFAയുടെ ലൈസൻസ് എടുത്തിട്ടാണ് ഈ സാധനം ചെയ്താക്കുന്നത്. FFSI, അതന്നെ, ഈ FSSI പറഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം. അതായത് മമ്മിയുടെ പേരിലാണ് ലൈസൻസ് എടുത്താക്കുന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെയാണ്. അതായത് മമ്മീനെ കൊണ്ട് ടെസ്റ്റ് കുറേ സംഭവം. പിന്നെ നമ്മുടെ വീട്ടിലെ ഇങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ടാ ക്യാമറ. കണ്ണ് ടെസ്റ്റ് ചെയ്തു, പിന്നെ വെള്ളത്തിന്റെ റിപ്പോർട്ട് കിട്ടി. ആ വെള്ളത്തിന്റെ റിപ്പോർട്ട് വെച്ച് നമ്മൾ FSSAI ആ ലൈസൻസ് നമുക്ക് കിട്ടി. അതായത് കുടിൽ വ്യവസായത്തിനുള്ള ലൈസൻസ് കിട്ടി. ഗൈസ് ഇനി അത്ര കാര്യം ഇനി ഇടാവോ? ഗൈസ് നോക്കൂ, ഇനിയിപ്പം ഇവിടെ ഒന്നും ഇടാനില്ല. ഉപ്പിട്ടില്ല കേട്ടോ. ആണോ? ഗൈസ് നോക്കൂ, നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. അപ്പം പിടിച്ചോ, അപ്പം പിടിച്ചോ. അയ്യോ, നല്ല കിടിലൻ വറുത്ത ചിക്കൻ. എന്നാ അമ്മേ മൂളിപ്പാട്ടൊക്കെ കേൾക്കുന്നേ? ഇങ്ങോട്ട് താങ്ങല്ലേ. ശ്രദ്ധിക്കുക. അഭിരാമി ആണോ? വറുത്ത ചിക്കൻ വാരിത്തട്ടി ഗായ്സ്. സംഭവം കലക്കി. ഗായ്സ് ഇനി വേറെ കാര്യമുണ്ട്. ഇത് ഇളക്കാൻ അറിയാവുന്നവർ ഇളക്കണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. ഇത്രയും ചിക്കൻ കയറി കഴിഞ്ഞപ്പം കണ്ടോണേ, ഇത് കണ്ടോ അമ്മു. ഞാൻ പറഞ്ഞു, ആ ചില്ലി ഫ്ലക്സ് എടുത്തേക്ക് നോക്കിയേ. ആ ചില്ലി ഫ്ലക്സ് കേറി നിൽക്കുന്ന സെറ്റപ്പ് നോക്കിയേ. ഇത് പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ഇവിടെയാണ് ഏറ്റവും നല്ല മുളക് കിട്ടുന്നത്, കർണാടകയില്. അതിന്റെ അവൈലബിലിറ്റി നമുക്ക് കൂടുതലായത്. വേറെ കാര്യം, ഈ ചിക്കൻ ആണ് ഇത്. നാരി ചിക്കൻ അല്ല. നാരി ചിക്കൻ ആണെങ്കിൽ വളരെ പാടാണ്, അതിന് രുചി ഉണ്ടാവൂല. നോക്കിയ സാധനത്തിന്റെ സെറ്റപ്പ് നോക്കിയ, ടെസ്റ്റർ നോക്കിയേ. കളറാവിനെ ഇത് നോക്കിയേ, വെളുത്തുള്ളി നോക്ക് ഗൈസ്. ഇതുണ്ടോ? എൻ്റെ പൊന്നെ കളർ സാധനം. ഇത് ഇളക്കി ഒരു സൈഡ് മാത്രമേ നമ്മൾ ഇളക്കിയിട്ടുള്ളൂ. ഇത് കണ്ടോ? ഇതിങ്ങനെ ഇളക്കി ഇളക്കി സെറ്റപ്പ് ചെയ്ത് ഇങ്ങേ തലേന്നും ഇതുണ്ടോ അങ്ങേ തലേന്നും 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലിവിൻ്റെ തൊഴിൽ ഇതായിരുന്നു കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലിൽ. എന്താ സംഭവം എന്ന് പറയാം, ഞങ്ങൾ രണ്ടും നിന്ന സ്ഥലം എന്ന് വെച്ചാൽ ബാങ്കറ്റ് കിച്ചൺ ആയിരുന്നു. ബാങ്കറ്റ് കിച്ചൺ എന്ന് വെച്ചാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ ബൾക്ക് ഫുഡ് അടിക്കുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ. അത് കാരണം ഞങ്ങൾക്ക് ഈ ബൾക്ക് ഫുഡ് അടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഒരാളുടെ രണ്ടാളുടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. അല്ല, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ആയാലും നമ്മളൊരു 5-6 പേരെ ആയിപ്പോവും അല്ലേ. നമ്മുടെ ഇതിൻ്റെ അതിന് രുചി കിട്ടാൻ വേണ്ടി ഉപ്പിടുക. ഇതിന് രുചിക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇത് താളിച്ചിട്. എറിഞ്ഞിട് ഗൈസ് നോക്കൂ, ഉപ്പ് കൂടിയാലും പ്രശ്നം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് സാധനം ഉണ്ടാക്കുന്ന നേരത്തും ഉപ്പ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഉപ്പിടാൻ പറ്റും. അതെ, കൂടിപ്പ് കഴിഞ്ഞാൽ പിന്നെ പറ്റും. അറിയാവുന്ന പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, പുളിയും വെച്ചിട്ട്. അതെ, താളമൊക്കെ ഇഷ്ടപ്പെട്ടു ഇളക്കാം. ഇവിടെ കൈക്ക് ശരിയില്ലാത്തതുകൊണ്ട്
ഇളക്കാൻ പറ്റില്ല. ഇത് ഓവർ അങ്ങനെ ഇട്ട് നമുക്ക് ഇളക്കാനും പറ്റില്ല. കാരണം ഇതൊരു 75% ഫ്രൈ ആട്ടോ. 100% കരിങ്കല്ല് പോലത്തെ ഫ്രൈ അല്ല, സോഫ്റ്റായിട്ട് പിന്നെ സെറ്റപ്പ് ചെയ്തേക്കുന്ന സാധനമാണ്. അപ്പം അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അമ്മയ്ക്ക് ഇളക്കാൻ വേണമെന്നോ? ചെറിയ പൂതിയൊന്നും അല്ലല്ലോ. ഗൈസ് നോക്കൂ, മമ്മിക്ക് ഇളക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞു. മമ്മി ഇളക്കിക്കോ, മമ്മി ഇളക്കിക്കോ. സന്തോഷം. നോക്കി ഇളക്കട്ടെ മമ്മി. അമ്മ ഇത് സിമ്പിൾ എങ്ങോട്ട് വെക്കമ്മേ? ഇത് വേണ്ടോ, ഈ ഇതിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി ഇട്ടാൽ മതി. നന്നായിട്ട് ഇളക്കണേ അമ്മേ. നമ്മളിടുന്നത് ചിക്കൻ അച്ചാർ ആയതുകൊണ്ടും അതിനൊരു ചെറിയ അല്പം, ഏതൊരു അച്ചാറിനും ഒരു അല്പം മധുരം ഇടുന്ന സെറ്റപ്പ് ആയിരിക്കും. ഇത് നല്ല നാടൻ ചോറാണ്. അപ്പം ഇതിനൊരു അല്പം മധുരം ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും. മതി ചേട്ടാ. അല്ല, കുറച്ചുകൂടെ ഇട്ടെ. അയ്യോ ഗൈസ്, ഇതുണ്ട് നമ്മളൊരു ഇച്ചിരി മധുരത്തിന് മതി ചേട്ടാ. അതിൻ്റെ അത് പഞ്ചസാര ഇട്ടു. അപ്പോൾ അത്യാവശ്യം സ്വീറ്റായി മാറും. നമ്മുടെ ചിക്കൻ അങ്ങനെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തിളക്കണം. നമ്മുടെ ആ ഒരു ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയേ. ടെക്സ്ചർ നോക്കി, നമ്മുടെ പീസ് പൊടിഞ്ഞിട്ടില്ല. ഇതുണ്ട് നമ്മുടെ പീസ് പൊടിയാത്ത ടെക്സ്ചർ നോക്കിയേ. ഇതിൻ്റെ അകത്ത് ഗ്രേവിയിലും കൂടുതൽ പീസാട്ടോ. നോക്കിയേ, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ്, ഇത്രയും സാധനം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. മറന്നുപോയി. അപ്പൊ ഒന്ന് ഉപ്പും മധുരം നോക്കിയോട്ടോ. പപ്പേ ഒന്ന് നോക്കിയോ. കായപ്പൊടി, കായം ഓവറായാലും പ്രശ്നം കേട്ടോ. ഒരു മൃദുമായ രീതി വേണം കായം ചേർക്കാൻ വേണ്ടി, അല്ലേ ലിപിയെ? അതെ, പറഞ്ഞ കാര്യം കേട്ടോ. ഈ അവസാന ഘട്ടമായതുകൊണ്ട് ഇത് എല്ലാവരും എടുത്തു എത്തണം. ഇതാരാ? മൈക്കിളാണോ? ഉറക്കത്തിൽ നിന്ന് വന്നോ? പിക്കിൾ മേക്കിംഗ് മാൻ. ഗൈസ്, ലിബിനിവിടെ നമ്മുടെ അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിക്കിൾ നമുക്കൊന്നേ ഇതിൻ്റെ എരിവും പുളിയും ഒന്ന് നോക്കാം. ശരിക്കും ഈ ഷെഫ്മാരൊക്കെ ഉപയോഗിക്കുന്ന ടേസ്റ്റി സ്പൂണാട്ടോ അത്. ഒരല്പം ഉപ്പ് വേണം. ഉപ്പിൻ്റെ ഒരല്പം മധുരത്തിനും കുറവുണ്ട് കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മതി കേട്ടോ. അതെ, അല്ലെങ്കിലോ നോക്കിയാ കൂടി ഇട്ട പരിപാടി കഴിഞ്ഞിട്ടാ അല്ലേ? എങ്ങനെയുണ്ട്? എന്താ ഉപ്പും മധുരവും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മമ്മി ഒന്ന് നോക്കി. നമ്മൾ ഉപ്പും അതേപോലെ തന്നെ ഇച്ചിരി പഞ്ചസാരയും ചേർത്തായിരുന്നു. ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നേ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പം സഹോദര വിനാഗിരി ഒഴിക്കട്ടെ. കൂട്ടുകാരാ, ഓഫാക്കിയിട്ട് വേണം വിനാഗിരി ഒഴിക്കാൻ വേണ്ടി. നമുക്കൊന്ന് ആദ്യം ഒന്ന് ഇളക്കി സെറ്റപ്പ് ചെയ്തിട്ട് വേണം വിനാഗിരി ഒഴിക്കാൻ വേണ്ടി കേട്ടോ. അല്ലേ? അങ്ങനെ അല്ലേ? ഒഴിച്ചോ ലിബി. ഓഫാക്കട്ടെ പപ്പ? യെസ് ഗൈസ്, ഓരോ വിനാഗിരി കുപ്പികൾ തരൂ. ഓരോ വിനാഗിരി കുപ്പികൾ. 3 കുപ്പി വിനാഗിരി വേണം കേട്ടോ. 3 ലിറ്റർ പോരെ? 3 ലിറ്റർ പോരെ? ഓ, മമ്മിയെ 1.5 അടിക്കുന്ന മറ്റേ ഫുള്ള് പൊട്ടിക്കുന്ന പോലെയാണല്ലോ ഇത് പൊട്ടിക്കുന്നത്. ഗൈസ്, ആണോ മമ്മി? നമ്മൾ വിനാഗിരി ഒഴിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. വിനാഗിരി ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഒരെണ്ണം കൂടെ ഒഴിച്ചേക്കാം. വിനാഗിരിയും സംഭവമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയി കേട്ടോ. ആ മണം. ഗ്രേവി നോക്കി. നോക്കി. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായി. തീ ഓഫാക്കി. ഇനി ഒരു 5 അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഇതിന് റെസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടികൾ എന്നാന്നുള്ളത് നിങ്ങൾ കാത്തിരുന്നു. അതിനോട് നിങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി അടുത്ത പ്രോസസ്സിങ് എന്നാന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ ഇത് തണുപ്പിച്ച് ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് സർപ്രൈസ് ഉണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും നമുക്ക് എണ്ണയും ഗ്രേവിയും വേണം. അതെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാപ്പാ? ഇത് ഒന്ന് മറിക്കാനല്ലേ? മൊത്തം ഗൈസ് നോക്കൂ, കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിട്ടു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഗൈസ് നോക്കൂ, അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാം. അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ. ഇതിൻ്റെ അകത്തോട്ട് നോക്കിയോ, ഫുൾ കഷ്ണങ്ങളാണ്. പിന്നെ ഒരു
ഇച്ചിരി ഒരു എണ്ണ മേലുണ്ടാകും. കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ. ഇത് ഫുൾ പീസാട്ടോ, കഷ്ണം മാത്രമേ ഉള്ളൂ, ഗ്രേവി വളരെ കുറവാണ്. ഇനി വേറെ സംഭവം, ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടായാലും ഈ സാധനം ലീക്ക് ആവില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നോടം വരെ. ഇനി അതേപോലെ ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. അത് കൂടാതെ ഈ അച്ചാർ ഇത് എവിടെ നിന്ന് എടുക്കുക? ഇവിടെ നിന്ന് എടുക്കാം. ചെറുതെടുക്കാം കേട്ടോ. അതായത് ഈ കാണുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്, ഇത് ലീക്കാകാതിരിക്കാൻ വേണ്ടിയുള്ള. അങ്ങനെ 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ അച്ചാറിന് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് 400 ഗ്രാമിൻ്റെ അച്ചാറും പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാർ 900 ഗ്രാമിൻ്റെ അച്ചാറും. അതെ, ഈ കാണുന്നത് 900 ഗ്രാമിൻ്റെ അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണ്. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ 100-120 വരും കേട്ടോ. അത് ഞങ്ങൾ വലിയ തൂക്കം നോക്കിയില്ല, കാരണം ഇത് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. 100-120 ഗ്രാം ഉണ്ട് ഈ സംഭവം. അപ്പം ഈ കാണുന്ന വലിയ ബോട്ടിൽ മേടിക്കുമ്പം ഇത് രണ്ടും പിന്നെ അതേപോലെ ഇതുമാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അത്ര കുറേയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് 90 കിലോ ചിക്കനാണ് ഇട്ടത്. അതിട്ട് ലാസ്റ്റ് ഇത്രയും കുപ്പിയാണ് നമുക്ക് കിട്ടിയത്. ഈ കുപ്പികൾ മാത്രം. ഒരിക്കലും ഞങ്ങൾ 90 കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത്. അതെ ഗൈസ്, നോക്കൂ. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഒരു സപ്പോർട്ട്, ഞങ്ങളുടെ ഒരു സംരംഭത്തിന് നിങ്ങൾ തരുന്ന ഒരു വലിയ സപ്പോർട്ടായിരിക്കും ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന 900 ഗ്രാം ഈ അച്ചാറും അതുപോലെ തന്നെ ഈ അച്ചാറും മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഫോൺ വിളിക്കരുത്. കാരണം വെച്ചാൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാവർക്കും എന്നാ പറയുക കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് അഡ്രസ്സൊക്കെ മേടിച്ച് തരുമ്പോഴത്തേക്കും മിസ്സായി പോകും. നിങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ ഈ അച്ചാറിന് വേണ്ടി കോൺടാക്ട് ചെയ്യണം. പിന്നെ അതേപോലെ നീ വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില. ഈ അച്ചാർ വാങ്ങുമ്പോൾ 1200 രൂപയുടെ അച്ചാർ വാങ്ങാൻ നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഈ കാണുന്ന നാരങ്ങ അച്ചാർ ഫ്രീ. ഗൈസ്, വേറൊരു കേസും കൂടി ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചൊക്കെ അറിയാം, ആ അച്ചാറിലും 100 രൂപ തൊട്ട് 150 രൂപ വരെ നമ്മുടെ അച്ചാറിന് പൈസ കുറവാണ്. അപ്പോൾ അത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിച്ച് ഞാനും ലിവനും കൂടി ഇരിപ്പുണ്ടാവും. അല്ലേ ഗൈസ്, നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒന്നും കൂടെ പറയാണ്, ഈ അച്ചാറിന് 600 രൂപയും ഈ അച്ചാറിന് 1200 രൂപയും 900 ഗ്രാമിന്റെ അച്ചാറിന്റെ കൂട്ടത്തില് ഇൻക്ലൂഡിങ് പിന്നെ ഡെലിവറി കൂട്ടിയാണ് പറയുന്നത്. അതായത് നിങ്ങൾ എവിടെയാണോ ഓർഡർ ചെയ്യുന്നത്, അതായത് ഇന്ത്യയിൽ എവിടെയാണോ അവിടെ നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ ഇന്റർനാഷണൽ ഓർഡർ ഉണ്ടെങ്കിൽ അതും നമ്മളോട് പറയാം. അപ്പോൾ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഇന്റർനാഷണൽ ഓർഡറിന് കൊറിയർ ചാർജ് ഡെലിവറി വരെയായിരിക്കും ഈ സാധനങ്ങളൊക്കെ. ഇന്റർനാഷണൽ ഓർഡറിന് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും. നിങ്ങൾ ഇന്ത്യയുടെ വെളിയിലേക്കാണ് ഈ അച്ചാർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി വഴിയാണ് ഈ സംഭവങ്ങൾ അയച്ചേക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഫ്രീ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി അവരുടെ ഒരു കുറച്ച് ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ റേറ്റും കാര്യങ്ങളും ഞങ്ങൾ പറയുന്നതാണ്. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ അച്ചാറുകൾ ഇന്റർനാഷണൽ മാത്രമാണ് പറയുമെന്ന് പറഞ്ഞത്, പക്ഷേ ഇന്ത്യയിലോട്ട് എല്ലാ സ്ഥലത്തോട്ടും ഹോം ഡെലിവറി ഫ്രീ. യെസ് ഗൈസ്, ഇത് ഞങ്ങൾ പിന്നെ പാക്ക് ചെയ്യുന്ന മെഷീൻ മേടിച്ച് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് പിന്നെ പറയാൻ മറന്നുപോയി അതായത് FSSAI അതായത് FSSAI ലൈസൻസ് ഉണ്ട്. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഇത് വെച്ച് കുടിൽ വ്യവസായമായിട്ടാണ് ഞങ്ങൾ ലൈസൻസ് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അച്ചാർ മേടിക്കണം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ അച്ചാർ മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും ഫോൺ പേ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഈ കാണുന്ന അച്ചാറിനാണ് നിങ്ങൾ 600 രൂപ ഇട്ടിട്ട് ഈ കാണുന്ന 400 ഗ്രാം അച്ചാറിന് നിങ്ങൾ ഞങ്ങളുടെ അതേ നമ്പറിലെ വാട്സപ്പിൽ തന്നെ, അതായത് ഈ കാണിക്കുന്ന നമ്പറിലെ വാട്സപ്പിൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പർ പൈസ ഇട്ട് അതേ നമ്പറിലെ വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് പറയാൻ നേരത്ത് ഈ അച്ചാർ എന്ന് പറയുന്നത് 900 ഗ്രാമുള്ള ഈ അച്ചാറും 100 ഗ്രാമുള്ള 100-120 ഗ്രാം വരുന്ന ഈ മാങ്ങ
മാങ്ങ അച്ചാറും വേണ്ടി നിങ്ങൾ 1200 രൂപ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അച്ചാർ മേടിക്കാം. എന്നിട്ട് അതിന് ശേഷം അതേ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ആ പൈസയുടെ സ്ക്രീൻഷോട്ടും സാധനം അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയ്ക്ക് ഇത് അയക്കുന്നതായിരിക്കും. ഇനി ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഏത് അച്ചാറാണോ വേണ്ടത് ആ അച്ചാർ പറഞ്ഞിട്ട് നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഞങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് മുഖേന നിങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ഞങ്ങളെ അളവൊഴിഞ്ഞ് പിന്തുണയ്ക്കുക. ഞങ്ങളുടെ അച്ചാർ വാങ്ങി എല്ലാവരും അതെ, ഞങ്ങളുടെ അപ്പനിട്ട ഞങ്ങളുടെ അച്ഛൻ്റെ അച്ചാറാണ്, അതായത് ഞങ്ങളുടെ അപ്പനിട്ട അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാർ മേടിച്ച് എല്ലാവരും ഞങ്ങൾ സഹകരിക്കുക. ആദ്യത്തെ ഓർഡറെങ്കിലും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്കും എൻ്റെ അനിയനും നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ഈ സംരംഭത്തിൻ്റെ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം ഞാനും ലിബിനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും കേട്ടോ.